8ാമത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 എപ്പിസോഡുകൾ കൂടെ ഉള്ളൂ. എന്തും സംഭവിക്കാന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകുന്നു. മകൻ മരിച്ച വിഷമത്തിലാണ് ഇപ്പോൾ യോഷി ഉള്ളത്. ആകെ ഒരു ലോസ്റ്റ് ആയ ഒരു അവസ്ഥയായിരുന്നു ലാസ്റ്റ് എപ്പിസോഡിലെ. ഇപ്പൊ ഒന്നുകൂടെ ലോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ശോകം അവസ്ഥ എന്ന് പറയാം. എഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ് എല്ലാവരും. അവിടെ വെച്ചിട്ടാണ് നഗക്കാഡോനെ മറവ് ചെയ്യുന്നത് ഇവര്. അപ്പൊ ഇപ്പൊ ജോൺ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇതൊന്നും ഒഴിവാക്കി മാരിക്കോണ കാര്യം പറയാ. കൗൺസിലിലേക്കൊന്നും നീ ഒസാക്കിയിലേക്കൊന്നും നീ വരേണ്ട ആവശ്യമില്ല, നിനക്ക് മടങ്ങി പോകാനുള്ള പെർമിഷൻ നൽകിയിരിക്കുന്നു യോഷി, നിനക്കിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. ആ ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജേർണൽസ് ഉണ്ടല്ലോ, പണ്ട് ജോൺ ചെയ്ത കുറ്റങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ജേർണൽ, അത് മടക്കി കൊടുക്കും. ജോണിന്റെ എതിരെയുള്ള ആകെ ഒരു പ്രൂഫാണിത്. പണ്ട് ഇത് ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇതൊന്നും ആർക്കും വേണ്ട, അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ജോൺ പറയും, നിനക്ക് എന്റെ കൂടെ വന്നൂടെ, ഒസാക്കിയിലേക്കൊന്നും നീ എന്തിനാ പോകുന്നത്, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ജോണിന് നൈസായിട്ട് മാരിക്കോനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാരിക്കോ ഓഫ് കോഴ്സ് ഇതൊക്കെ പുച്ഛിച്ചു വിടും. എന്റെ ലോഡ് പറയുന്നത് ഞാൻ കേൾക്കുള്ളൂ, വേറെ ആര് പറയുന്നത് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോവും. അപ്പൊ ഇനി നമുക്ക് നേരെ ഒസാക്കിയിലേക്ക് പോവാം. എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം. ഇഷീഡോവും ലേഡി ഒച്ചീബിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണിത്. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇഷീഡോനാണ്. ഈ സറണ്ടർ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ഈസി ആയിട്ട് നടന്നു, ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഞാനും വിചാരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് ഒച്ചീബ് ഒരു കാര്യം പറയുന്നത്, സന്തോഷിക്കാനൊക്കെ വരട്ടെ, മകൻ മരിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പൊ യോഷി ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ മോർണിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യാനും ആ മരണത്തിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യോഷിന്റെ മകന്റെ മരണ ചടങ്ങുകളൊക്കെ കഴിയുന്നത് വരെ ഇപ്പോഴും ഒരു ത്രെട്ട് ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഒച്ചീബ് പറയും. ഒച്ചീബിക്ക് ഒരു സമാധാനമേ ഇല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു സന്തോഷം പോലും ഇല്ല. അപ്പോഴാണ് ഇഷിയുടെ ഒരു കാര്യം പറയുന്നത്, ഇത്രത്തോളമൊക്കെ ആയില്ലേ, നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ടായി, ഇനി നമ്മുടെ രണ്ടുപേരുടെയും ബോണ്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കും. കാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഓൾറെഡി ഭാര്യയാണ് ഒച്ചീബ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഷിഡോന് ഈ പവറൊക്കെ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാരേജ് പ്രപ്പോസൽ വെക്കുകയാണ്. ഒച്ചീബ ഇപ്പൊ ഒന്നും ആൻസർ ചെയ്യില്ല, വലിയ എതിർപ്പൊന്നും ഉള്ളതുപോലെ നമുക്ക് ഇവിടുന്ന് അനുഭവപ്പെടുന്നുമില്ല. ഇത് നടക്കുന്ന തോന്നുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ യോഷിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഹിറമോട്സോ യബുഷിക്കിന്റെ അടുത്തൊരു കാര്യം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നാളെ മടങ്ങിപ്പോ ഒസാക്കിയിലേക്ക്, എന്നിട്ട് നേരിട്ട് അറിയിക്കി നമ്മളിവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം. അതേപോലെ ഇഷിയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ തോക്കുകളും പീരങ്കികളൊക്കെ ഉണ്ടല്ലോ അതും ഒസാക്കിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയും. ഇഷിഡോവും യബുഷിക്കയും തമ്മിൽ പണ്ടേ ഒരു ലിങ്ക് ഓഫ് ദി ലിങ്ക് ഉണ്ട്, അതിന്റെ ബാക്കിയാന്ന് തോന്നുന്നു. ഇങ്ങനെ പറയും, യബുഷിക്കേന്റെ അടുത്ത് മാത്രം ഒസാക്കിയിലേക്ക് ചെല്ലാൻ പറയും, ഈ തോക്കുകളും പീരങ്കികളൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ മരണത്തിന്റെ ആ ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ് എഡോ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട്. അപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ മാർട്ടിൻ ഉണ്ടല്ലോ, പോർച്ചുഗീസുകാരുടെ ആ പ്രീസ്റ്റിന്റെ ഒപ്പമുള്ള ആള്, ആ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന ആള്, മാർട്ടിൻ എന്നുള്ള പേരുള്ള ആള്, അയാൾ വരും യോഷിനെ കാണാൻ. എന്നിട്ട് യോഷിന്റെ അടുത്ത് ചോദിക്കും, പണ്ട് നമ്മൾ തമ്മിൽ ആ ബ്ലാക്ക് ഷിപ്പിൽ വെച്ചിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പള്ളി പണിയാൻ അനുവാദം തരാം എഡോ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് എന്നെ രക്ഷിക്കാൻ സഹായിച്ചാൽ എന്നായിരുന്നു അന്ന് ഉണ്ടാക്കിയ ഡീല്. അപ്പൊ ഞാൻ നിങ്ങൾ അന്ന് സഹായിച്ചു, പക്ഷെ നിങ്ങളുടെ വാക്ക് നിങ്ങൾ പാലിക്കണം, ചർച്ച് പണിയാനുള്ള അനുവാദം എനിക്ക് നൽകണം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല, അപ്പൊ അതിന്റെ പെർമിഷൻ ഇപ്പൊ വേണമെന്ന് പറയും. എന്നിട്ട് മാർട്ടിൻ ഒരു കാര്യം പറയും, ഇഷിഡോന്റെ കാര്യമൊക്കെ വിട്, ഒച്ചീബിയാണ് അവരെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ അത്രത്തോളം വെറുക്കുകയാണ് ഒച്ചീബ, ആ കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയും. അപ്പൊ ഇത്രയും പ്ലാനുകളൊക്കെ ഒരാൾക്കാർ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും യോഷി ഇതൊന്നും കേട്ട ഭാവമില്ല. യോഷി പറയും, ഒരാളുടെ വെറുപ്പൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇനി അതൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള കാര്യം പറയും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കൂട്ടുകാരനായിട്ട് ഹിറമോട്സോ ആണ് പറയുക, എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത്, ഇതെന്ത് ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ പഴയ ഒരു യോഷി എവിടെ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പൊ യോഷി പറയും, ഞാൻ മകൻ മരിച്ചിട്ട് ഇരിക്കുന്ന ഒരാളാണ്, ഇനി ഒരു ബ്ലഡ് ഷെഡ് ഞാൻ കാരണം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു പീസ്ഫുൾ ഡയലോഗൊക്കെയാണ് പറയുക. ശരിക്കുള്ള യോഷി ഇങ്ങനെയൊന്നും അല്ലതാനും, എന്തോ ഒരു കുഴപ്പമുണ്ട്, മൊത്തത്തിലൊരു അസുഖം വന്ന പോലെയൊക്കെ ആയി, ഫുൾ ടൈം ചുമയൊക്കെയാണ് ഇപ്പോ. അങ്ങനെ ആ ഒരു മീറ്റിംഗ് അവസാനിക്കുമ്പോൾ യോഷി ഒരു കാര്യം കൂടെ പറയും, എന്റെ വാക്ക് ഞാൻ പാലിക്കും, നിങ്ങൾക്ക് പള്ളി പണിയാനുള്ള സ്ഥലം ഞാൻ തരാം എന്നുള്ള കാര്യം പറയും. അത്
കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയും, മാർട്ടിൻ ഒരു സഹായം കൂടെ ചെയ്യണം. നീ അവിടെ പോയിട്ട് ഒസാക്കിയിൽ പോയിട്ട് ഇവിടെ നടക്കുന്ന കാര്യം, നീ കണ്ട കാര്യം ഉണ്ടല്ലോ, ആ കാര്യമൊക്കെ അവിടെ പോയിട്ട് എല്ലാവരോടും പറയാൻ പറയും. അത് എന്തിനാണെന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. ഇനി ഇതിൽ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാവുമായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോണിന്റെ കൂടെ വന്ന ഷിപ്പിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോൺ ഇപ്പൊ എഡോയിലുണ്ട്. ജോണിന്റെ പഴയ ആൾക്കാരനെ കാണാൻ വേണ്ടി പോവാണ്. ഒരു ബാറിലാണ് അവരൊക്കെ ഉള്ളത്. അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഫുൾ ഫിറ്റ് ആണ് എല്ലാവരും. 6 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ജോൺ പറയും, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ ഷിപ്പ് നമ്മുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് പോവാന്നുള്ള കാര്യം പറയും. അപ്പൊ അവര് പറയും, ഞങ്ങൾ ഇവിടുന്ന് എവിടേക്കും ഇല്ല, നീ ഒരുത്തൻ കാരണമാണ് ഇവിടെ എത്തിയത്, അന്നേ ക്യാപ്റ്റൻ പറഞ്ഞാണ് ഇതൊക്കെ നമുക്ക് നിർത്തി വേറെ വഴിക്ക് പോവാന്ന്. അപ്പൊ നിന്റെ ഒരുത്തന്റെ ഒരു വാക്ക് കേട്ടിട്ടാണ് നമ്മൾ എല്ലാരും കൂടെ വന്നത്, അവസാനം ഈ ജപ്പാനിലെത്തിയത്. നമ്മളെ ആദ്യം ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ആ പുഴുങ്ങി കൊന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവര് നേരിട്ട് കണ്ടതാണ്. അങ്ങനെ അവരുടെ ജീവിതം അടുത്തിരിക്കുകയാണ് എല്ലാവർക്കും. ഇനി നിന്റെ കൂടെ എവിടേക്കും ഇല്ല എന്ന് പറയും. അടി കൂടും. ജോൺ അവനെ ഇടിച്ചിടിച്ച് ഒരു പരിവാക്കും. അവന്റെ ബോധം പോകണ വരെ ജോൺ ഇടിക്കും. അപ്പൊ ജോൺ ആകെ ലോസ്റ്റായി. ഇതായിരുന്നു ജോണിന്റെ ഒരു പ്ലാന്. അതിപ്പോ വർക്കൗട്ട് ആവുന്നില്ല. എന്നിട്ട് ഒരു വഴിയില്ലാതെ ജോൺ എന്ത് ചെയ്യും, നേരെ യെബുഷിഗേന്റെ അടുത്ത് പോകും. യെബുഷിഗേന്റെ അടുത്ത് ഉള്ള കാര്യം പറയും. അതായത് യോഷി ഇപ്പൊ തോറ്റിരിക്കുകയാണ്, മരിക്കാൻ പോകുന്ന ഒരാളെ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നത്. എന്റെ കയ്യിൽ ഒരു ഷിപ്പ് ഉണ്ട്, എനിക്ക് കുറച്ച് ആൾക്കാരെ തന്നു കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ എനിക്ക് ആകെ ഇപ്പൊ വേണ്ടത് ഒരു പുതിയൊരു ബാനറാണ്. അതായത് പുതിയൊരു ലോഡിന്റെ അണ്ടറിൽ ഇരിക്കണം, അതാണ് എനിക്കിപ്പോ വേണ്ടത്. ആ ലോഡ് നിങ്ങളാവോ, നിങ്ങളുടെ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറയും. പിന്നെ എബുഷിഗേന്റെ ആദ്യത്തെ കഥയൊക്കെ പറയും. എബുഷിഗയ്ക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിലൊന്ന് പൊക്കി വിടും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എബുഷിഗെ ഇതൊക്കെ കേട്ടിട്ട് ആദ്യമൊന്നും സമ്മതിക്കില്ല. ചെറിയൊരു മനസ്സ് മാറ്റം വരും. എന്നാലും ജോണിനെ എബുഷിഗെ എടുത്തു കഴിഞ്ഞാൽ അത് യോഷിയോട് ചെയ്യുന്ന ഒരു ചതിയാണ് ആക്ച്വലി. അങ്ങനെ ഒരിക്കലും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ജപ്പാൻകാർക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സെപ്പക്കു വരെ ചെയ്യേണ്ടി വരും, സൂയിസൈഡ് ചെയ്യേണ്ടി വരും. ഈ തൊട്ട് മുകളിലുള്ള രാജാവിന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അവർക്കെതിരെ ഒന്നും ചെയ്യില്ല ആരും. ജോൺ വീണ്ടും അനാഥനാവും. ആരുമില്ല ജോണിന്റെ കൂടെ ഇപ്പൊ. അങ്ങനെ അടുത്ത ദിവസം യോഷി ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. യോഷിന്റെ മെയിൻ ആയിട്ടുള്ള ആർമി ജനറൽസിനെയൊക്കെ വിളിച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ്. അപ്പൊ അതിൽ യോഷി പറയാണ്, നമ്മൾ സറണ്ടർ ചെയ്യാൻ പോവാണ്. ഈ തോക്കളും പീരങ്കികളൊക്കെ എബുഷിഗെ നാളെ ഒസാക്കിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൊണ്ടുപോകണം. ആരൊക്കെ സറണ്ടർ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ പേരെഴുതി സിഗ്നേച്ചർ ചെയ്യണം എന്ന് പറയും. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഓരോ ആർമി ജനറൽസിന്റെ അടുത്ത് കൊടുക്കും. അവിടെ വേറെ 2 വയസ്സായിട്ടുള്ള ആർമി ജനറൽസ് ഉണ്ട്. അവര് പറയും, ഞങ്ങൾ ഇതിൽ ഒപ്പിടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ മരിക്കാൻ വയ്യ, അവർക്ക് നമ്മളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ആർമി ആയിട്ട് കാണിച്ചു കൊടുക്കാം നമ്മൾ ആരാണെന്നുള്ള കാര്യം. ഒരു യുദ്ധം ചെയ്തിട്ട് മരിക്കാം, അല്ലാതെ ഇങ്ങനെ മരിക്കാൻ ഞങ്ങളില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയും എല്ലാവരും. അപ്പൊ യോഷി ഇതൊക്കെ കേട്ട് ആകെ മൈൻഡ് ഔട്ട് ആവും. കാരണം ഒരു വയ്യാത്ത അവസ്ഥയിലാണ് യോഷി ഉള്ളത്. അപ്പൊ കൂടെയുള്ളവർ തന്നെ യോഷി പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും യോഷി. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹിറമോട്സോയ്ക്ക് ദേഷ്യം വരും. ഹിറമോട്സോ പറയും, ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് സെപ്പക്കു ചെയ്യും, നിന്റെ കൂടെ ഞാൻ ഇത്ര കാലം നിന്നു, നീ അതൊക്കെ ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞ് തോൽക്കാൻ വേണ്ടി സറണ്ടർ ചെയ്ത് പോവാണ്. ഇങ്ങനെ അല്ലല്ലോ, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഇപ്പൊ യുദ്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സെപ്പക്കു ചെയ്യുന്നു പറയും. സെപ്പക്കു എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂയിസൈഡ് ചെയ്യുന്നു പറയും. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഈ ഒരു ബ്ലാക്ക് മെയിൽ, ഇങ്ങനെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ യോഷിന്റെ മനസ്സ് മാറുമെന്ന് വിചാരിക്കും. പക്ഷെ യോഷി പറയും, ഞാൻ എന്റെ ഡിസിഷൻ എടുത്തതാണ്, അതിൽ ഞാൻ ഇനി ഒരു മാറ്റമില്ല, സറണ്ടർ ചെയ്യുന്നു പറഞ്ഞ് ചെയ്യുന്നുള്ള കാര്യം പറയും. ഹിറമോട്സോ ആണെങ്കിൽ സെപ്പക്കുവിന് റെഡി ആയിരിക്കുകയാണ്. ഹിറമോട്സോ എന്ത് ചെയ്യും, സെപ്പക്കു അങ്ങോട്ട് ചെയ്യും. ബുണ്ടാരോന്റെ അടുത്ത് തല വെട്ടാൻ വേണ്ടി ഹിറമോട്സോ തന്നെ പറയും. ഒരു ആവശ്യമില്ലാതെ ഹിറമോട്സോ മരിക്കുകയാണ്. ഈ ജപ്പാൻകാർക്ക് ഈ വെറുതെ സൂയിസൈഡ് ചെയ്യാൻ പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം പോലെയാണ്. ജീവനൊന്നും ഒരു വിലയില്ല ഇവിടെ. അപ്പൊ ഈ കാര്യം കൂടെ ആയപ്പോൾ എല്ലാവരുടെയും ഒരു തീരുമാനമായി. യോഷിന്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. ഒന്നെങ്കിൽ യോഷി എന്തോ വലുത് പ്ലാൻ ചെയ്യേണ്ടി, ഇല്ലെങ്കിൽ യോഷി ഒരു മണ്ടനാണ്. അങ്ങനെ ആ ദിവസം രാത്രി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത്, ജോൺ ഒരു പ്രപ്പോസലും കൊണ്ട് വന്നല്ലോ, നമ്മളൊരു ഷിപ്പ് ഉണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എബുഷിഗേന്റെ അടുത്ത്. അത് എബുഷിഗെ അവസാനം സമ്മതിക്കും. ഈ തോക്കുകളും പീരങ്കികളൊക്കെ ആയിട്ട് ഇഷിരോന്റെ അടുത്തേക്ക് ചെല്ലുകയാണല്ലോ. അപ്പൊ ആ ഷിപ്പ് പോകുന്നത് എബുഷിഗേന്റെ ബാനറിന്റെ അണ്ടറിലാണ്. എബുഷിഗയാണ് ഷിപ്പിന്റെ ഹെഡ്, ജോൺ എന്നുള്ളത് ക്യാപ്റ്റൻ ആണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവര് രണ്ടുപേരും ഒന്നിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് ഭാഷ പോലും അറിയില്ല. എബുഷിഗ പറയുന്നത് ജോണിന് പകുതി കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. എന്നിട്ടും ഇവർ ഒന്നിക്കുകയാണ്. കാരണം വേറെ ഒരു വഴിയില്ല. യോഷിയുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയി. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് വീണ്ടും വരുന്നത്. ഇതൊരു ട്വിസ്റ്റ് ആണോ എന്ന് കാണാൻ അടുത്ത 2 എപ്പിസോഡ് കാണണം. എന്താ വെച്ച് കഴിഞ്ഞാൽ യോഷി മാരിക്കോന്റെ അടുത്ത്
അടുത്തൊരു കാര്യം പറയും, നീ ഇവരുടെ കൂടെ ചെല്ല്, ഒസാക്കിയിലേക്ക് പോകുന്നുണ്ടല്ലോ ഇവര്, യബുഷിക്ക് പോകുന്നുണ്ടല്ലോ, അവരുടെ കൂടെ നീയും ചെല്ല് എന്ന് പറയും. അപ്പൊ മാരിക്കോ അവരുടെ ആ ബോട്ടിലേക്ക് വരികയാണ്, ജോണും യബുഷിക്കയും ഉള്ള ബോട്ടിലേക്ക്. എന്നിട്ട് പറയും യോഷിന്റെ ഒരു ലെറ്റർ കൊടുക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എന്നെ ഒരു മിഷനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അത് എന്ത് മിഷൻ ആണെന്നൊന്നും ഇപ്പൊ അറിയില്ല. മിക്കവാറും ഒച്ചീബിനെ കണ്ടിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.